കാലഘട്ടത്തിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറാകാത്തതിൻ്റെ പേരിൽ ജീവൻ കൊടുത്ത്, അങ്ങനെ ആ രക്തസാക്ഷികളുടെ ചുടുചൂര വീണ മണ്ണിൽ റോമാ ചക്രവർത്തിമാർ സിംഹാസനമിട്ടിരുന്ന അതേ സ്ഥാനത്ത് കർത്താവിൻ്റെ വികാരിക്ക് കസേരയിട്ട് കൊടുത്ത് റോമിലെ ഔദ്യോഗിക മതമാക്കി ക്രിസ്ത്യാനിറ്റിയെ AD 325 ദൈവമായ കർത്താവ് എവിടെ പീഡിപ്പിക്കപ്പെട്ടോ അവിടെ അധികാരം കൊടുത്ത് കസേരയിട്ട് ഇരുത്തി എന്നതാണ് സാത്താന്റെ പ്രലോഭനങ്ങളെ ദൈവം നേരിട്ട വഴി. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാ ചക്രവർത്തിമാർ അധികാരാവകാശങ്ങളോടെ തങ്കക്കിരീടങ്ങൾ ധരിച്ച് സിംഹാസനങ്ങളിൽ ഇരുന്ന് എവിടെയിട്ട് ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചോ അവിടെ ഈ സഭയുടെ, ഈ വിശ്വാസത്തിന്റെ പരമാധിപത്യത്തിന്റെ സിംഹാസനമിട്ട് അവിടെ ഇരുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, നിന്നെ പീഡിപ്പിച്ചെടുത്ത് നീ രാജാവായി വാഴുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ അങ്ങനെ റോമിലെ ഔദ്യോഗിക മതമായി ക്രിസ്തീയത മാറി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. അതോടുകൂടി പീഡനങ്ങൾ അവസാനിച്ചു. പീഡനങ്ങൾ താൽക്കാലികമായി വലിയ നിലയിലുള്ളത് അവസാനിച്ചു. എങ്കിലും പീഡനങ്ങൾ തുടർന്നു. എങ്കിലും പീഡനങ്ങൾ കൊണ്ട് വിശ്വാസം മാറ്റാൻ പറ്റില്ലെന്ന് സാത്താൻ തിരിച്ചറിഞ്ഞപ്പോൾ സാത്താൻ്റെ അടുത്ത തന്ത്രം തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് സഭയ്ക്കകത്ത് നിന്ന് സഭയെ തകർക്കുക. ഇതായി സാത്താൻ്റെ രണ്ടാമത്തെ തന്ത്രം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 തന്ത്രങ്ങളാണ് കഴിഞ്ഞ 2000 വർഷമായി തിരുസഭയിൽ സാത്താൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികൾ ബാഹ്യമായി പീഡിപ്പിക്കപ്പെടും. ചിലയിടങ്ങളിൽ ക്രിസ്തീയതയ്ക്കകത്ത് നിന്ന് തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് അനേകരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. ഇത്ര നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഈ 2 കാര്യങ്ങൾ. അങ്ങനെ ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിലെ പീഡനങ്ങൾ അവസാനിച്ച് കഴിയുമ്പോഴേക്കും സംഭവിക്കുന്നത് എങ്ങനെയാണ്? സഭയെ അകത്ത് നിന്ന് തകർക്കാൻ 4, 5, 6 നൂറ്റാണ്ടുകളിൽ സഭ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ അബദ്ധ സിദ്ധാന്തങ്ങൾ, പാഷണ്ഡതകൾ, തെറ്റായ പ്രബോധനങ്ങൾ, ഹെരസികൾ സഭയിൽ ഉണ്ടാവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സഭയിൽ തെറ്റായ പ്രബോധനം ഉണ്ടാവാൻ തുടങ്ങി. ശ്രദ്ധിക്കുക. അങ്ങനെ സഭയിലുണ്ടായ ആദ്യത്തെ തെറ്റായ പ്രബോധനമാണ് ആര്യനിസം. ആരിയൂസ് എന്ന പേരുള്ള 23-കാരനായ ഒരു ഡീക്കൻ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി. നിക്യാ സുനഹദോസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ട് ആരിയൂസിന്. അപ്പൊ ഈ വർഷങ്ങളിലുടനീളം 10-23 വയസ്സ് മുതൽ 70-75 വയസ്സ് വരെ ഈ മനുഷ്യൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് ഇതാണ്: യേശു ദൈവമല്ല, യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. യേശുവിൻ്റെ ദൈവത്വം നിഷേധിച്ചു, അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ്, പിതാവിനോട് കൂടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഇത് നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ യേശു മാതാവിൽ നിന്ന് ജനിച്ച ഒരു സാധാരണ മനുഷ്യൻ ഒരു ദൈവിക തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പൊ യേശുവും പിതാവും തമ്മിലുള്ള സത്താപരമായ ബന്ധത്തെ നിഷേധിച്ചു. ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? അനേക ആളുകൾ, ഭയാനകമായി നിങ്ങൾക്ക് തോന്നാം, ഒരു മഹാഭൂരിപക്ഷം ആളുകൾ ആരിയൂസ് പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചു. ആരിയൂസ് പറഞ്ഞതാണ് സത്യമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ച് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അവൻ്റെ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും അവൻ്റെ വീടിന് മുമ്പിലൂടെ നടന്നു പോകുന്ന, കെട്ടപ്പെട്ട് ചെങ്ങലയിട്ട് വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുന്ന ആളുകളെ കാണും. അവൻ ക്രിസ്ത്യാനിയാണ്. അവനറിയാം ഈ വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്ത്യാനികളാണ്. കൊല്ലപ്പെടാൻ കൊണ്ടുപോവുകയാണ്. അവരെ കൊല്ലാൻ കൊണ്ടുപോവാണ്. അവർ കൊല്ലപ്പെടുന്നത് സത്യവിശ്വാസം ഏറ്റുപറഞ്ഞതിൻ്റെ പേരിലാണ്. ഈ ചെറുപ്പക്കാരൻ അന്ന് 16, 17, 18 വയസ്സൊക്കെ പ്രായമുള്ള കൗമാരകാലത്ത് ഈ ചെറുപ്പക്കാരൻ ആ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: പരിശുദ്ധാത്മാവേ, ഈ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടാൻ ഊഴം കാത്തു നിൽക്കുന്നവരുടെ നിര കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. ആ നിരയിൽ ഒടുവിലത്തവനായെങ്കിലും എന്നെയും നിർത്തണമേ. അവൻ ഡീക്കനായി. അലക്സാണ്ട്രിയയിലെ മെത്രാന്റെ സെക്രട്ടറിയായി. അദ്ദേഹത്തിന്റെ പേരാണ് വിശുദ്ധ അത്തനേഷ്യസ്. അത്തനേഷ്യസ് എന്ന ചെറുപ്പക്കാരൻ അലക്സാണ്ട്രിയയിലെ മെത്രാന്റെ സെക്രട്ടറിയായി, ഡീക്കനാണ്. ആ കാലഘട്ടത്തിലാണ് ആരിയൂസിന്റെ പാഷണ്ഡത,
ലോകമാസകലം വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി സഭയുടെ ചരിത്രത്തിലെ ജെറുസലേം സൂനകദോസ് കഴിഞ്ഞുണ്ടായ അടുത്ത സൂനകദോസായ നിക്യാ സൂനകദോസ് AD 325 ടർക്കിയിലെ നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് വിളിച്ചു കൂട്ടുമ്പോൾ അലക്സാണ്ട്രിയയിലെ മെത്രാന്റെ സെക്രട്ടറിയായി ഈ ഡീക്കനും അവിടെ ചെന്നു. മെത്രാമാരെല്ലാം ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. മെത്രാമാരെല്ലാം ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരിയൂസിന്റെ വാദഗതികളാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, പാഷണ്ഡതയാണ് ശരിയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്ന നേരത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 26-കാരൻ്റെ മേൽ ആവസിച്ചു. ഈ ഡീക്കൻ അന്നത്തെ ഒരു വൈദികൻ പോലും അല്ല, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിറഞ്ഞ് ശക്തിയുക്തം ആരിയൂസിന്റെ പാഷണ്ഡതയുടെ നട്ടല്ലൊടിക്കുന്ന വിധത്തിൽ എല്ലാ പ്രബോധനങ്ങളെയും വലിച്ചു കീറി സത്യവിശ്വാസം യേശുക്രിസ്തു ദൈവവുമായി ഒന്നാണെന്ന്, യേശുവും പിതാവും ഒന്നാണെന്നും യേശു ദൈവമാണെന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചൊല്ലുന്ന നിക്യാവിശ്വാസ പ്രമാണത്തിലെ മുഴുവൻ വിശ്വാസ സത്യങ്ങളും സഭ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ അത്തനേഷ്യസിന്റെ വാദഗതികളുടെ അടിസ്ഥാനത്തിലാണ്. തിരുസഭയെ അബദ്ധത്തിൽ നിന്ന് കർത്താവ് സംരക്ഷിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ആദ്യത്തെ പാഷണ്ഡത. ഞാനിത് പറയുന്നതിന്റെ കാരണം നമ്മുടെ കാലഘട്ടവുമായി ഇതിന് ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ഈ പാഷണ്ഡത AD 325 നിക്യാ സൂനകദോസോടുകൂടി ഇല്ലാതായി. പിന്നീട് കുറെ കാലം കൂടെ അത് നിന്നെങ്കിലും പിന്നീട് അത് പൂർണ്ണമായി സഭയിൽ നിന്നില്ലാതായി. രണ്ടാമത്തെ പാഷണ്ഡത നെസ്തോറിയനിസം. നെസ്തോർ എന്ന് പറയുന്ന ഒരാള് മറ്റൊരു പാഷണ്ഡത പഠിപ്പിച്ചു. അതിതാണ്, പരിശുദ്ധ മറിയം ദൈവമാതാവ് അല്ല, മനുഷ്യനായ യേശുവിന്റെ അമ്മയാണ്. അതുകൊണ്ട് ഈശോയുടെ അമ്മയെന്ന് മാക്സിമം അത്രയും വിളിച്ചോ, ദൈവമാതാവെന്ന് വിളിക്കരുത്. എനിക്ക് ഈ വിഷയങ്ങൾ എല്ലാം പറയാൻ ഇപ്പോൾ നേരെയില്ല, നമ്മുടെ വിഷയം പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. AD 431 കൂടിയ എഫേസോസ് സൂനകദോസ് പിതാക്കന്മാർ ഒരുമിച്ച് കൂടി ഒറ്റ ദിവസം എടുത്തുള്ളൂ, ഒറ്റ ദിവസം. കാരണം ഈ അബദ്ധത്തിന് വേണ്ടി ഒന്നിലധികം ദിവസങ്ങൾ ചെലവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് വിത്തിൻ എ സിംഗിൾ ഡേ ഈ മുഴുവൻ നെസ്തോറിയസിന്റെ വാദഗതികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാ മാതാവ് ദൈവമാതാവാണെന്ന് പ്രഖ്യാപിച്ചു. ആ പാഷണ്ഡതയ്ക്ക് അവസാനമായി. ശ്രദ്ധിക്കുക, മൂന്നാമതായിട്ട് സഭയിലുണ്ടാവുന്ന പാഷണ്ഡതയാണ് മോണോഫിസൈറ്റ് പാഷണ്ഡത. മോണോഫിസൈറ്റ്, ഏക സ്വഭാവം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ അവർ നിഷേധിച്ചു. യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ എന്ന് പറഞ്ഞാൽ യേശു മനുഷ്യനല്ല, ദൈവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ഓരോ അവതാരങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന പോലെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു പോയ ഒരു ദൈവം. യേശു യഥാർത്ഥ മനുഷ്യനാണ് എന്ന സത്യം ഈ പാഷണ്ഡത പറയുന്നവർ നിഷേധിച്ചു. AD 451 കാൽസിഡോൺ കൽക്കദോനിയ സൂനകദോസ് ഈ പാഷണ്ഡതയെ ശപിച്ചു തള്ളി. ഈ തെറ്റായ വിശ്വാസത്തിന് പകരം യേശു ക്രിസ്തു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് പ്രഖ്യാപിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ചതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇത്രയും പറഞ്ഞ് ശ്രദ്ധിക്കുക. അതായത് തിരുസഭയെ തെറ്റായ പ്രബോധനങ്ങൾ കൊണ്ട് നശിപ്പിക്കാൻ എല്ലാ കാലത്തും സാത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമുള്ള 100-150 വർഷം മുമ്പ് തിരുസഭയെ തെറ്റായ പ്രബോധനം കൊണ്ട് നശിപ്പിക്കാൻ പിശാചിന്റെ ഒരു പ്രവർത്തനമാണ് പന്തക്കുസ്താ വിശ്വാസങ്ങൾ. അതായത് തെറ്റായ വിശ്വാസം. 2000 വർഷമായിട്ട് തിരുസഭ സൂനകദോസുകളിൽ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ. നിങ്ങൾ പെന്തക്കുസ്താ വിശ്വാസം പരിശോധിച്ചാൽ ആ പെന്തക്കുസ്താ വിശ്വാസങ്ങളിൽ ആര്യനിസം ഉണ്ട്, നെസ്തോറിയനിസം ഉണ്ട്, മോണോഫിസൈറ്റ് പാഷണ്ഡതയുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ തിരുസഭ ശപിച്ചു തള്ളിയ വിശ്വാസങ്ങളാണ് പെന്തക്കുസ്താ വിശ്വാസികൾ കൊണ്ട് നടക്കുന്നത്. ഇന്ന് അവരോട് സംസാരിക്കുന്ന ദിവസമല്ല, എങ്കിലും അത് അത്രയും പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവരോട് എനിക്ക് ചില കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അത് പറയുന്നത്, ഇത് എല്ലാ കാലത്തും ഉണ്ട്. സഭയെ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പിശാച് തെറ്റായ വിശ്വാസങ്ങൾ ആളുകളിൽ കുത്തി നിറയ്ക്കും. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹ ശിഷ്യന്മാരോട് ഒരു താക്കീത് കൊടുത്തു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം 3 മുതൽ വായിക്കാം. മാത്യു 24:3 വായിച്ച്. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു,
ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഈശോയുടെ ശ്രദ്ധിക്കുക, യുഗാന്തത്തിൻ്റെയും നീ ഇപ്പോൾ പ്രവചിച്ച് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിൻ്റെയും അടയാളം എന്താണ്? നിന്റെ രണ്ടാം വരവിൻ്റെയും അടയാളം എന്താണ്? അപ്പൊ ഈശോ ആദ്യമായി പറയുന്നത് ശ്രദ്ധിക്കുക, ആദ്യത്തെ സെന്റൻസ് 4-ാം വാക്യം, യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മക്കളെ, ഞാൻ ചങ്ക് പൊട്ടി നിങ്ങളോട് പറയുകയാണ്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ഈശോ പറയും ആദ്യത്തെ സെന്റൻസ് ഇതാണ്, മക്കളെ, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. എന്നിട്ട് വായിച്ചേ, യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എൻ്റെ നാമത്തിൽ വരും, എന്നിട്ട് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നിങ്ങൾ, ഭക്തരായ നിങ്ങൾ, വിശുദ്ധ കുർബാനയ്ക്ക് എന്നും പോകുന്ന നിങ്ങൾ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, തെറ്റായ വിശ്വാസം പഠിപ്പിക്കുന്ന ആരും തന്നെ മോശമായ ജീവിതം നയിക്കുന്നവരല്ല, അവരെല്ലാം ഭക്തന്മാരാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളും അക്രമികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവരെല്ലാം സത്യസന്ധമായി യേശുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരെയാണ് വഴിതെറ്റിച്ചത്. എന്തുകൊണ്ടാണ് നമുക്ക് പിന്നീട് മനസ്സിലാവും അതൊക്കെ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. 24, 10-11 വായിച്ചേ. 10-11 വാക്യം, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇത്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും പരസ്പരം ചെളിവാരി എറിയുകയും എന്ത് ചെയ്യും? ദ്വേഷിക്കുകയും പരസ്പരം വെറുക്കുകയും ചെയ്യും. ഇത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇതാണ് ഒരു ലക്ഷണം. എന്നിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വായിച്ച 26-ാമത്തെ വാക്യം. അതുകൊണ്ട് 25 ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കും. ഒരു കാര്യം 23-24 വായിച്ച 23-24, ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് നിങ്ങൾ ഒരു സഭയിൽ കർത്താവ് നിങ്ങളെ ദൈവമക്കളാക്കി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന, മാമോദീസ, കുംഭസാരം, വിശുദ്ധ കുർബാന, പൗരോഹിത്യം, മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികന്മാർ, സന്യസ്തർ, 2000 വർഷമായി സാമ്രാജ്യങ്ങളും ആധിപത്യങ്ങളും സിസ്റ്റങ്ങളും തിയറികളും പ്രത്യയശാസ്ത്രങ്ങളും പാഷണ്ഡതകളും ഒക്കെ തകർക്കാൻ നോക്കിയിട്ട് തകർക്കാൻ പറ്റാതെ 2000-ലധികം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങളെ ദൈവം ഉറപ്പോടെ കൊണ്ടുപോകുമ്പോൾ അവിടുന്നും ഇവിടുന്നും ചില ആളുകൾ വന്ന് പള്ളി വരുന്നവർ തന്നെ, പ്രാർത്ഥിക്കുന്നവർ തന്നെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ തന്നെ, നല്ല ഭക്തർ തന്നെ, പ്രഗ്രൂപ്പിലുള്ളവർ തന്നെ, ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ആരേത് പറഞ്ഞിരിക്കുന്നത്? ഈശോ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹലോ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും യൂട്യൂബിലോ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ആരെങ്കിലും നിങ്ങൾക്കൊരു വീഡിയോ അയക്കുകയാണ്, എന്താണ്? ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നയിച്ചുകൊണ്ടിരിക്കുന്ന സഭ വ്യാജ സഭയാണ്, സത്യസഭ വളരെ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ വിശ്വസിക്കരുത്. ഇത് ഈശോ പറഞ്ഞിരിക്കുകയാണ്, ഇത് വിശ്വസിക്കരുത്. എന്നിട്ട് പറയുകയാണ്, കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ
തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും എന്ന് പറഞ്ഞാൽ പള്ളി വരുന്നവരെ പോലും, കുർബാനയ്ക്ക് സ്വീകരിക്കുന്നവരെ പോലും, നല്ല ഭക്തരെ പോലും, നല്ല കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് നിന്നവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം അടയാളങ്ങൾ, ഇങ്ങോട്ട് തന്നെ അടയാളങ്ങൾ, അത് പറയും ആ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടൊരു അടയാളം കാണിച്ചു തരും. ഈ ബുക്കിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, 1912 ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം ഈ പുസ്തകം ഒന്നും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള പുസ്തകം അല്ലാതാനും. മനസ്സിലായോ? ബൈബിളിൽ ഈ വചനം പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. കേരളത്തിൽ അനേക നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു പ്രസ്ഥാനം വന്നിട്ട് 10,000-കണക്കിന് ആളുകൾ എല്ലാം വിറ്റുപറക്കി അവരുടെ കൂടാരത്തിൽ ചെന്ന് ഇന്നായിരക്കണക്കിന് ആളുകൾ സത്യം മനസ്സിലാക്കി, എല്ലാം നഷ്ടപ്പെട്ട് പണവും പോയി, കുടുംബവും പോയി, ജീവിതവും പോയി, ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കേൾക്കുമ്പോൾ സത്യമെന്ന് തോന്നും, കേൾക്കുമ്പോൾ സത്യമെന്ന് തോന്നും. മക്കളെ, കേൾക്കുമ്പോൾ സത്യമെന്ന് തോന്നും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ദൈവരാജ്യത്തിൽ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ നിങ്ങൾ പറയണം, 2000 വർഷമായി ക്രിസ്തു ഈ സഭയെ ചതിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സഭയുടെ കൂടെയാണ്. അവർക്ക് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെയും കൂടെയല്ല. നിങ്ങളതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, യൂട്യൂബിലുള്ള എല്ലാ ചാനലുകളും നിങ്ങൾ കാണേണ്ടതല്ല. എന്തെങ്കിലും ഒരു ചാനലിൽ ഒരു കാര്യം വന്നാൽ നിങ്ങൾ ആ വഴിക്ക് തിരിയരുത്, ശ്രദ്ധിക്കരുത്, അത് സബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾ അതിനകത്ത് യൂട്യൂബിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബിൽ ഒരു വീഡിയോ വന്നാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് 4-5 ഓപ്ഷൻസ് വരും. അതിനകത്ത് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ഇൻബോക്സിൽ അങ്ങനെയുള്ള വീഡിയോ വരില്ല. മനസ്സിലായോ? നോട്ട് ഇൻട്രസ്റ്റഡ്, ഞങ്ങൾക്ക് താല്പര്യമില്ല ഇത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർപ്പാപ്പ എന്ത് പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈദികർ എന്ത് പറയുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന ശുശ്രൂഷകർ എന്ത് പറയുന്നു, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് മനുഷ്യരുടെ മുഖങ്ങളില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ, ശബ്ദം മാത്രമേ ഉള്ളൂ. മറഞ്ഞിരിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇവർ വെളിച്ചത്ത് വരാൻ ഭയപ്പെടുന്നു? മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഏത് വീഡിയോ എടുത്തോ ഇതിനകത്ത് വോയിസേ ഉള്ളൂ, ആളില്ല. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദം മരത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നത് തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ആദം പോയി ഒളിച്ചിരുന്നത് പിതാവിന്റെ മകനല്ല എന്ന ബോധ്യം കിട്ടി മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? ഡാനിയേലച്ചൊരു കാര്യം പറയുന്നത് വോയിസ് ഇട്ടല്ല, ഞാൻ നേരെ നിന്നാണ് പറയുന്നത്. എൻ്റെ ചിത്രം കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ വീഡിയോ ഞാൻ നേരിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണിത്? എനിക്കറിയാം, ഇത് സഭ പഠിപ്പിക്കുന്നതാണ്, ഇത് കർത്താവ് പഠിപ്പിക്കുന്നതാണ്, ഇത് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പ്രബോധനമാണ്. ഇത് തിരുസഭയിൽ 2000 വർഷമായി സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പിതാക്കന്മാർ അവരുടെ ചോര കൊടുത്ത് പഠിപ്പിച്ച വിശ്വാസമാണിത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റായ വിശ്വാസങ്ങളിൽ പോയി പെടരുത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ കണ്ടോ, ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയല്ലേ ഇപ്പൊ നടന്നിരിക്കുന്നത് പറഞ്ഞ് തെറ്റാണത്. ഞാൻ അവസാനം പറയാൻ ചില കാര്യങ്ങൾ, പക്ഷേ അതങ്ങനെ കാണിക്കും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 36-ാമത്തെ വാക്യം, 24-36. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, ഒന്നുകൂടെ പറഞ്ഞേ, ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ പറയരുത്, നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്, മറ്റന്നാൾ ഈശോ വരും, അടുത്ത മാസം ഈശോ വരും, അടുത്ത വർഷം ഈശോ വരും, വരുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ഈ വചനത്തിന് ഘടകവിരുദ്ധമാണ്. ഈ കാലഘട്ടം യുഗാന്ത്യമാണെന്ന് പറയാം, അന്ത്യകാലത്തിലാണ് നമ്മളെന്ന് പറയാം. എന്തുകൊണ്ട് ശ്രദ്ധിച്ചേ. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കർത്താവിൻ്റെ 2ാം വരവിൻ്റെ ലക്ഷണങ്ങൾ ഭൂമി കാണിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യോഹന്നാൻ ശ്ലീഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
പത്രോസ്ലീഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മക്കളെ വേണ്ട പോട്ടെ, നേരമില്ല, എടുക്കണ്ട മക്കളെ, ഇത് അവസാന മണിക്കൂറാണല്ലോ. കർത്താവിൻ്റെ വരവിന് സമയമായെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ ഏത് സമയത്തും വരാം. അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കാം. ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഹലോ, ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് സമയത്തും ഇത് അപ്പസ്തോലന്മാർ പന്തക്കുസ്തായ്ക്ക് ശേഷം കഴിഞ്ഞ 2000 വർഷമായി. കാരണം ദൈവത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് പന്തക്കുസ്തായ്ക്ക് ശേഷം എപ്പോഴും അപ്പസ്തോലന്മാർ പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ വേഗം വരും, അവൻ പെട്ടെന്ന് വരും, ഓർക്കാപ്പുറത്ത് വരും, മിന്നൽ പിണർ പോലെ വരും. നിങ്ങൾ തയ്യാറായിരിക്കണം. ഈ അർത്ഥത്തിലാണ് യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അടുത്ത മാസം വരും, അടുത്ത വർഷം വരും, 2019 തീരുന്നതിന് മുമ്പ് വരും, ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് ഈ വചനത്തിന് തെറ്റാണ്. പുത്രന് പോലുമോ അത് അറിഞ്ഞൂടാ. അപ്പോൾ ഇവരെങ്ങനെ അറിഞ്ഞു? അതാണ് എൻ്റെ ചോദ്യം. പുത്രന് പോലുമോ അറിയാത്തൊരു കാര്യം ചില ആളുകൾ എങ്ങനെ അറിഞ്ഞു? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈശോ പറയുകയാണ്, പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇനി 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 2-ാം വാക്യം. 2 Thessalonians chapter 2 verse 2. 2 Thessalonians chapter 2 verse 2 വായിച്ചേ. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരും ആകരുത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് വളരെ ഭയാനകമായ വിധത്തിൽ, ഭയപ്പെടുത്തുന്ന വിധത്തിൽ നിങ്ങളെല്ലാം നാശത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്ത് പറഞ്ഞാലും നിങ്ങൾ ചഞ്ചലചിത്തരാകരുത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ, ഏതോ ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക്, വില കുറച്ച് കാണണ്ട, ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീ, അവരൊരു വിലപ്പെട്ട ആളാണ്, ഒരു സ്ത്രീ, ഏത് സ്ത്രീയാണെങ്കിലും, ഏതോ ഒരു സഹോദരിക്ക് എന്നോ ഉണ്ടായ ഒരു ദർശനം എടുത്തിട്ട് സഭ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത വെളിപാടുകൾ എടുത്തിട്ട് അതിന് ഉപോത്ബലകമായി ബൈബിളിൽ നിന്ന് ഏതെങ്കിലും വചനം കോണ്ടക്സ്റ്റ് ചെയ്യുന്ന അടർത്തിയെടുത്ത് കാണിച്ച് നിങ്ങളെ ചഞ്ചലപ്പെടുത്താൻ ശ്രമിച്ചാലും നിങ്ങൾ ചഞ്ചലചിത്തരാകരുത്. കേൾക്കുന്നുണ്ടോ? ഇത് കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. കാത് തുറന്ന് കേൾക്ക്. 5, 10, 15, 20 കൊല്ലം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് സഭയിലേക്ക് മടങ്ങി വരുന്നതിലും നല്ലത് ഈ കാലഘട്ടത്തിൽ ഇത് കേൾക്കുന്നതാണ്. മനസ്സിലായോ? കുടുംബവും നഷ്ടപ്പെട്ട്, ദാമ്പത്യവും നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ട് 10, 15 കൊല്ലം കഴിഞ്ഞ് കണ്ണുനീരോടെ സഭയിലേക്ക് തിരിച്ചു വരുന്നത്, ഇതെല്ലാം ഈ മുള പോലെ കൂണ് പോലെ പൊങ്ങുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും തകർന്നാലും കർത്താവിൻ്റെ 2ാം വരവ് വരെ കർത്താവിൻ്റെ സഭ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ എവിടെ ആര് നിങ്ങളെ വഴിതെറ്റിച്ച് നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഇവിടേക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം നിങ്ങൾക്ക് കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ സഭയിലേക്ക് വന്നേ പറ്റൂ, അല്ലാതെ രക്ഷയില്ല. സഭയ്ക്ക് പുറത്ത് രക്ഷയില്ല. സഭയിലേക്ക് വന്നേ പറ്റൂ. ശ്രദ്ധിക്കുക, സഭയിലേക്ക് വന്നേ പറ്റൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്തിനാണ് വെറുതെ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്? അതുകൊണ്ട് വാട്സപ്പുകളിൽ വീഡിയോകൾ വരും, മുഖമില്ലാത്തവരുടെ ശബ്ദം, മുഖമില്ലാത്തവരുടെ ശബ്ദം, നല്ല തൻ്റെ ഇടത്തോടെ ഉറപ്പോടെ സ്വന്തം പേരെഴുതിയിട്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിവില്ലാത്തവരുടെ ശബ്ദം എടുത്ത് അത് വരും. നിങ്ങളത് വായിക്കരുത്. സഭയ്ക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, സത്യവിശ്വാസത്തിനെതിരെ, പിതാക്കന്മാർക്കെതിരെ, വൈദികർക്കെതിരെ ആണെന്ന് തോന്നിയ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യുക, ആ ആളെ ബ്ലോക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് നിങ്ങൾ ഇത് വളരെയധികം ഇത് വലിയ വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. 10, 15, 20 ആളുകൾ ഒരു പക്ഷേ മനുഷ്യർ പാവങ്ങളാണ്. പൗലോസ് പറയുന്നുണ്ട്, അവരെന്ത് കേട്ടാലും വിശ്വസിക്കാതിരിക്കാം.
ആര് പറഞ്ഞാലും വിശ്വസിക്കുക. വാട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകളും ഏതെങ്കിലും ഒരു പ്രയർ ഗ്രൂപ്പ്, ചിലപ്പോൾ ആ പ്രയർ ഗ്രൂപ്പിന് മാതാവിൻ്റെ പേര് കാണും, വിമല ഹൃദയത്തിൻ്റെ പേര് കാണും, ചിലപ്പോൾ ആ ഇതിന് ഈ ഈശോയുടെ പേര് കാണും, അല്ലെങ്കിൽ ക്രിസ്തുരാജൻ്റെ പേര് കാണും. ഈ പേരുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഡാനിയലച്ചൻ്റെ പേര്. ഞാൻ ഒരു ഗ്രൂപ്പും തുടങ്ങിയിട്ടില്ല, എൻ്റെ പേരിൽ ഗ്രൂപ്പുകൾ ഞാൻ തുടങ്ങിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇനി നാളെ എൻ്റെ പേരിൽ ഗ്രൂപ്പുകളുണ്ട്, പ്രസംഗങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. നാളെ എൻ്റെ പേരിലുള്ളൊരു ഗ്രൂപ്പിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നാലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കുക. അത്രയ്ക്ക് ആളുകൾ ദുർബല ഹൃദയരാണ്. മനുഷ്യർ ഒന്നാമത്തെ കാര്യം ബൈബിൾ വായിക്കത്തില്ല, സഭയുടെ പ്രബോധനങ്ങൾ വായിക്കില്ല, സഭയുടെ ചരിത്രം എന്തെന്നറിയില്ല. ഇതറിയാതെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന കേട്ടാ അത് കേട്ടിട്ട് അത് സത്യമാണെന്ന് വിചാരിക്കുന്ന അത്രയ്ക്ക് മൂഢരും വേണ്ട, അത്രയ്ക്ക് നല്ലവരാണ് നമ്മുടെ മനുഷ്യര്. പാവങ്ങളാണ്. ഇനി അതിൻ്റെ പേരിൽ ഒരു കൊടാലി വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ പോവും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും, നോട്ട് ദ പോയിന്റ്, വിശ്വാസത്യാഗം ഉണ്ടാവും. എന്താണ്? നമ്മൾ വിശ്വസിച്ചിരുന്ന സഭയിൽ നമുക്ക് സംശയം തോന്നും. മനസ്സിലായോ? നമ്മൾ വിശ്വസിച്ചിരുന്ന മാർപ്പാപ്പയിൽ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നും. നമ്മൾ വിശ്വസിച്ചിരുന്ന പരിശുദ്ധ കുർബാനയിൽ പെട്ടെന്ന് നമുക്ക്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഗ്രൂപ്പുകൾ ആരും തന്നെ ആദ്യം വിശുദ്ധ കുർബാനയെ കയറി തൊടില്ല, കുമ്പസാരത്തെ കയറി തൊടില്ല. അവസാനമാണ് കുർബാന, അവസാനമാണ് കുമ്പസാരത്തിൽ കയറി തൊടാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളത്തിൽ വഴിതെറ്റിപ്പോയ എല്ലാ ഗ്രൂപ്പുകളുടെയും ചരിത്രം എടുത്തോ. ആദ്യം അവർ നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കും, നല്ല കാര്യങ്ങൾ. എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ചില ഗ്രൂപ്പുകളുടെ അവിടെ നിന്ന് തിരിച്ചു വന്ന ആളുകളുമായി ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അച്ഛാ, ഞങ്ങൾ നല്ലവരായതുകൊണ്ടും ഭക്തരായതുകൊണ്ടും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടി നല്ല നല്ല കാര്യങ്ങളാണ് ആദ്യത്തെ 1 കൊല്ലം 2 കൊല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നീട് വിശുദ്ധ കുർബാനെ, പിന്നീട് കുമ്പസാരത്തെ, പിന്നീട് പൗരോഹിത്യത്തെ. ഞാനിത് പറഞ്ഞു വരുന്നത് എന്തെന്നറിയാമോ? അവർ ആദ്യം മനുഷ്യർക്ക് സംശയം തോന്നാത്ത കാര്യങ്ങൾ പറയും. അതിങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് ലോകം മുഴുവൻ ഞാൻ അത്രയ്ക്ക് മനസ്സ് നൊന്ത് വിലാപത്തോടെയും കണ്ണുനീരോടെയും എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ സത്യം ലോകം മുഴുവൻ അറിയണം, ഇതെല്ലാവരും അറിയണം. ഇനി ഒരു കുഞ്ഞും ഇതിൻ്റെ പേരിൽ വഴിതെറ്റി പോകാൻ പാടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. താ പറയാണ്, എന്താ സംഭവിക്കുന്നത്? അവൻ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ, കേട്ടെ, ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ, അതായത് ദൈവികമായി കാണുന്നതിനെ എല്ലാം അവർ എതിർക്കും. ദൈവികമായി കാണുന്നവരെ എല്ലാം അവർ എതിർക്കും. ഞാൻ പറഞ്ഞു, അതായത് ഇത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല എന്നതിന്റെ തെളിവ് ഞാൻ തരാം. യൂദാസിന്റെ ലേഖനം എടുക്ക്. യൂദാസിന്റെ ലേഖനം എടുത്തിട്ട് 8-ാമത്തെ വാക്യം വായിക്കും. യൂദാസിന്റെ ലേഖനം 8-ാമത്തെ വാക്യം. സ്വപ്നങ്ങളിൽ നിമഗ്നരായി എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സഭയിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു ഔദ്യോഗികമായി വാലിഡായ സൂനഹദോസ് കർദിനാളന്മാര് കൂടി പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോല പ്രമുഖനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മഹിമയണിഞ്ഞവനാണ്. ആ മഹിമയണിഞ്ഞവനെ നിന്ദിക്കുകയും. സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യർ, സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? കെട്ടുകഥ. ആരോ പറഞ്ഞതായി ഇവർ പറയുന്ന, അതായത് തിരുസഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലാത്ത ഗ്രന്ഥങ്ങൾ,
അതിൽ നിന്ന് ഏതെങ്കിലും ഭാഗം എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 2019 ഇങ്ങനെ സംഭവിക്കും, ഒന്നിനും ഒരു പോട്ടെ, അതിനോട് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അത് അബദ്ധമാണ്. ഇങ്ങോട്ട് നോക്കിയേ, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് മഹിമയണിഞ്ഞവരെ നിന്ദിക്കും, മഹിമയണിഞ്ഞവരെ നിന്ദിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താ? നിങ്ങൾ കേട്ടെ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം എന്താ? ഈ യൂദാസ്ലീഹ പറയുകയാണ്, സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യും. ഇനി പറയുകയാണ്, മാലാഖ മുഖ്യദൂതനായ മീഖായേൽ പോലും എന്താ ചെയ്തേ? പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അതായത് മോശയുടെ ശരീരം എടുക്കാൻ സാത്താൻ വരുമ്പോ മീഖായേൽ പറയുകയാണ്, അവനെ സാത്താനെ പോലും നിന്ദിച്ചില്ലെന്ന്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത്? സാത്താനെ പോലും നിന്ദിച്ചില്ലെന്ന്. സാത്താനെ പോലും മീഖായേൽ നിന്ദിച്ചില്ല. ദൈവം നിനക്ക് പ്രതിഫലം തരട്ടെ, ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു എന്ന്. അങ്ങനെയുള്ള മീഖായേൽ ഉഗ്രരൂപിയായി ആ മീഖായേൽ നിൽക്കുന്ന ഒരു സഭയിലാണ് മഹിമയണിഞ്ഞ മാർപ്പാപ്പയെ പാവപ്പെട്ട മക്കൾ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ യൂദാസ്ലീഹ പറയുകയാണ്, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു. തങ്ങൾക്ക് മനസ്സിലാവാത്ത എല്ലാ കാര്യങ്ങളെയും ദൂഷിക്കുകയാണ്. അവർക്ക് ഭാഗ്യമല്ല, അങ്ങനെ ചെയ്യരുത്, ആ വഴിക്ക് പോകരുത്, അവർക്ക് ദുരിതം. പോകരുത്, കാരണം ദൈവം തന്ന സൗജന്യമായ രക്ഷ തിരുസഭയിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ വഴിക്ക് പോകരുത്. അവർക്ക് എന്താണ്? അവർക്ക് ഭാഗ്യമല്ല, അവർക്ക് ദുരിതമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ കായന്റെ മാർഗത്തിലൂടെ നടക്കുന്നു, ലാഭേച്ഛ കൊണ്ട് ബാലാമിന്റെ തെറ്റിൽ വീഴുന്നു, കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുന്നു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി അവർ നിർഭയം തിന്നുകുടിച്ച് മതിക്കുന്നു. അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിനാൽ തുരത്തപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങി വരണ്ടി കടപുഴുകിയ ഫലശൂന്യമായ ശരത്കാല വൃക്ഷങ്ങളാണ്. അവർ തങ്ങളുടെ തന്നെ ലജ്ജയിടുന്ന ഉരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാരഗർത്തങ്ങൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അവർ വഴിതെറ്റിപ്പോയ നക്ഷത്രങ്ങളാണ്. അവർ വഴിതെറ്റിപ്പോയ നക്ഷത്രങ്ങളാണ്. അവർ കരിക്കട്ടകളല്ല. ആരാണ്? നക്ഷത്രങ്ങളാണ്. നല്ല മക്കളാണ്. ഞാൻ അന്വേഷിച്ചു ആരാണിത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു, ഭക്തരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്, നല്ല മക്കളാണ്. അവർ നക്ഷത്രങ്ങളാണ്. പക്ഷെ മക്കളെ, നിങ്ങൾക്ക് വഴിതെറ്റിയിരിക്കുന്നു. വഴിതെറ്റിയ നക്ഷത്രങ്ങളാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വഴിതെറ്റിയ നക്ഷത്രങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2 തിരിച്ചു വരാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ 9-10. 2 തെസ്സലോനിക്കർ 2 Thessalonians 2:9-10 വായിച്ചേ. സാത്താന്റെ പ്രവർത്തനത്താൽ, ഇത് പിശാചിന്റെ അരൂപിയുടെ പ്രവർത്തനമാണ്. സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. സത്യത്തെ സ്നേഹിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ നശിച്ചു പോകുന്നവരാണ് ഇവർ. അതായത് എന്നും ജീവിതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കുർബാന ചൊല്ലുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇരിക്കുകയായിരിക്കും, ഇരുന്നുറങ്ങരുത്. ആ സമയത്ത് ശ്രദ്ധിക്കണം, കർത്താവേ, സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെ എപ്പോഴും ഉറപ്പോടെ നിർത്തണമേ. അതിൽ നിന്ന് വ്യതിചലിച്ച് ശിക്ഷാർഹരാവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എന്നും പ്രാർത്ഥിക്കണം, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണേ. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാവല്ലേ, സത്യവിശ്വാസത്തിൽ നിർത്തണേ. സത്യത്തെ സ്നേഹിക്കാൻ താല്പര്യം കാണിക്കാത്തതിനാൽ വഴിതെറ്റിപ്പോകുന്ന ആളുകളാണിത്. ഇനി 11-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിനൊരു ആകർഷണമുണ്ട്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും നുണ പ്രചരിപ്പിക്കുമ്പോൾ അതിനൊരു ആകർഷണമുണ്ട്. എന്താണത്? വ്യാജമായതിനെ, തെറ്റായതിനെ വിശ്വസിക്കാൻ
പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ആരിൽ ഉണർത്തും? പറ. തെറ്റായത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം. സത്യത്തെ സ്നേഹിക്കാൻ താല്പര്യമില്ലാത്തവരിൽ. നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും ദൈവമേ സത്യത്തോടും സത്യസഭയോടും സത്യവിശ്വാസത്തോടും ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ താല്പര്യമില്ലാത്തവരിൽ തെറ്റായത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം തന്നെ ഉണർത്തുവെന്ന്. കാരണം നിങ്ങൾക്ക് സത്യത്തെ അറിയാൻ താല്പര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അതായത് സത്യത്തെ അറിയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആരാണത്? ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, വചനം പഠിക്കാൻ താല്പര്യമില്ല, കാറ്റക്കിസം വായിക്കാൻ താല്പര്യമില്ല, വത്തിക്കാൻ സൂനകദോസിന്റെ ഡോക്യുമെന്റുകൾ പഠിക്കാൻ താല്പര്യമില്ല, മാർപ്പാപ്പയുടെ ചാക്രികരണം അറിയാൻ താല്പര്യമില്ല, എന്താണ് ഞാൻ വിശ്വാസ പ്രമാണത്തിന്റെ അർത്ഥം അറിയാൻ താല്പര്യമില്ല. അവർക്ക് ആകെ കൂടി ഇത്രേ വേണ്ടു, കുറെ അത്ഭുതം നടന്നാൽ മതി, കുറെ അടയാളം നടന്നാൽ മതി, കുറെ തടസ്സം അറിയാൻ മതി. അതിനുവേണ്ടിയാണ് അവർ ദൈവത്തെ തേടിയത്. സത്യം പഠിക്കാൻ അവർ തയ്യാറായില്ല. ചൊല്ലുന്ന വിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് അവർ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് പാടുന്നത് അവർ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത് അവർ ചിന്തിച്ചിട്ടില്ല. അവർക്കാകെ കൊച്ചിന്റെ കല്യാണവും കൊച്ചിന്റെ IELTSഉം കിട്ടിയാൽ മതി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സത്യത്തെ സ്നേഹിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ നശിച്ചു പോകുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? തെറ്റായത് വിശ്വസിപ്പിക്കാൻ തോന്നുന്നൊരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ സത്യവിശ്വാസം എന്താണെന്ന് അത് കർത്താവ് ഒത്തിരി പേരെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം, ഇങ്ങനെ ഒരു കാര്യം ലോകത്തുണ്ട്. ഇനി 1 തിമോത്തി 4-ാം അധ്യായം 1-ാം വാക്യം. 1 തിമോത്തി 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കൾ എന്ന് പറഞ്ഞാൽ വ്യാജ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവല്ല, ദുഷ്ടരൂപി. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. കണ്ടോ? വരും കാലങ്ങളിൽ ഇത് കേൾക്കണേ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. 2 തിമോത്തി 3-ാം അധ്യായം. 2 തിമോത്തി 3-ാം അധ്യായം. ശ്രദ്ധിക്കുക, ഞാനിത് പറയുന്നത് ഇത് ഫസ്റ്റ് പാർട്ട്. ഇപ്പം നമ്മളിത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബലിയർപ്പിക്കും. ബലിയർപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം തുറക്കപ്പെടും. വെളിവ് നിറഞ്ഞൊരു ഈശോ. പഠിക്കേ മതി അറിയാം. അത് പാടുമ്പോൾ ഈ വെളിവുണ്ടാവും. വെളിവ് നിറഞ്ഞൊരു ഈശോ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം നിറഞ്ഞ ഈശോയെ കൊളോസോസ് ലേഖനത്തിൽ വായിക്കണ്ട 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണല്ലോ മറഞ്ഞു കിടക്കുന്നത്. ആരിൽ? യേശുവിൽ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ യേശുവിലാണല്ലോ മറഞ്ഞു കിടക്കുന്നത്. ഈശോ ജ്ഞാനമാണ്. അവൻ ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അവനെ കണ്ടവർ ചോദിച്ചു, ഇവന് മാത്രം ഈ ജ്ഞാനം എവിടെ നിന്ന്? കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ പറയും, ദൈവം അവനെ നമുക്ക് ജ്ഞാനവും, അവൻ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ജ്ഞാനവും ശക്തിയും. അപ്പൊ ഈശോ ആരാണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെളിവ് നിറഞ്ഞ ഈശോ, ജ്ഞാനം നിറഞ്ഞ ഈശോ, നിന്റെ ജ്ഞാനത്താൽ ഞങ്ങൾ കാണുന്നു. നിൻ വെളിവാൽ, വെളിവ് നിറഞ്ഞ ഒരു ഈശോ നിൻ വെളിവാൽ കാണുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വെളിവിന് വേണ്ടി, ഈ ജ്ഞാനത്തിന് വേണ്ടി ഈ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അത് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത ലെവലാണ്. അതായത് എന്താണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, എന്താണ് നിങ്ങൾ വിശ്വസിക്കരുതാത്തത്. ഇനി ഉച്ച കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്. അത് നിങ്ങൾക്ക് കാര്യകാരണ സഹിതം പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി.
കാര്യകാരണ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കേണ്ടത്, മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കേണ്ടത്? അത് നിങ്ങൾക്ക് കാര്യകാരണ സഹിതം കർത്താവ് മനസ്സിലാക്കി തരും കുർബാന അർപ്പിച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും, അത് കഴിഞ്ഞ് ബലി അർപ്പിക്കും. ശ്രദ്ധിക്കുക, 2 തിമോത്തി 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാവും. അവർ മനുഷ്യത്വമില്ലാത്തവരും, അത് വരയിടണം, ഒന്നിനും വഴങ്ങാത്തവരും എന്ന് പറഞ്ഞാൽ ആർക്കും വിധേയപ്പെടാൻ താല്പര്യമില്ലാത്തവരും, ആരെ അനുസരിക്കാൻ താല്പര്യമില്ല, ആർക്കും വഴങ്ങാത്തവരും, അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരും ആയിരിക്കും. ഇതാണ് അടുത്തതാണ് വളരെ 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 പ്രധാനപ്പെട്ടത്. 5, അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും, അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് സത്യത്തിൽ വലിയ വേദനയുണ്ട്. എന്തെന്നറിയാമോ? എൻ്റെ വേദന ഞാൻ പറയുകയാണ്, എല്ലാവരും കേൾക്കട്ടെ. എൻ്റെ വേദന ഞാൻ പറയുകയാണ്. അതായത് ഇത്രയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദുഷിച്ചിട്ട് കേരളത്തിൽ ഇത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട പലരും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മനസ്സിലായോ? ഇത്ര ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ മനസ്സ് വലിയ വേദനയുണ്ടെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, തായ്ലൻഡിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർപ്പാപ്പ. തായ്ലൻഡിൽ വത്തിക്കാൻ ന്യൂസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ലൈവായിട്ട് വിടുന്നുണ്ട്. തായ്ലൻഡിൽ കാണണം നിങ്ങൾ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നടക്കാൻ വയ്യ, ചട്ടി നടക്കുകയാണ്. ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യൻ മുടന്തി നടക്കുകയാണ്, വീഴാൻ പോവാണ്. തായ്ലൻഡിൽ കർത്താവിൻ്റെ സ്നേഹവുമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഈ അപ്പസ്തോലൻ ഇങ്ങനെ നടന്നു പോവാണ്. ഈ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ, കരുണ കാണിക്കണമെന്ന് മാത്രം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ, ആരെയും വെറുക്കരുതെന്നും ഇത്രയും കാലം യൂറോപ്പിലൊക്കെ അനേക ആളുകൾ മാർപ്പാപ്പയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ട് പോലും മറുപടി പറഞ്ഞ് ആരെയും വേദനിപ്പിക്കാത്ത ഈ മനുഷ്യനെ ദുഷിച്ച് നടക്കുന്നവരിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവസ്നേഹം ഉണ്ടോ? നിങ്ങൾ പറ, ദൈവസ്നേഹം ഉണ്ടോ? അവർ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, അല്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, അപ്പൊ പത്രോസിന് തെറ്റുപറ്റിയാലോ? അത് പത്രോസിന് തെറ്റുപറ്റിയാൽ എന്നാ പറ്റുമെന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് പറഞ്ഞുതരാം. പത്രോസിന് തെറ്റുപറ്റിയാൽ ഈശോ എന്നാ ചെയ്യുമെന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ മനുഷ്യൻ നടക്കാൻ വയ്യാത്ത ഈ മനുഷ്യൻ ചട്ടി നടക്കാൻ വയ്യ, മുടന്തി വീഴാൻ പോവാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ഇപ്പൊ വീഴുവോ നമ്മൾ വിചാരിക്കും.